അവർ കുറേ സമയം പരിശോധിച്ചു. ആദ്യം ഒന്ന് നിർത്തി മടങ്ങി, അതിനുശേഷം വീണ്ടും വന്നിരുന്നു. അതിനുശേഷം JCBകളും സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുവന്നൊരു പരിശോധന നടത്തി. നാളെ ഇനി അവിടെ തുടർ പരിശോധന ഇല്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള പോക്കായിരുന്നില്ലേ അത്? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും ഇക്കഴിഞ്ഞ 4 ദിവസം അത്രയും ഈ ദുരന്ത ഭൂമിയിൽ കഴിയുമ്പോൾ നമ്മൾ ഏവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരാളെങ്കിലും ജീവനോടെ രക്ഷപ്പെടണം എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത കേട്ടയുടൻ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാധ്യത കേട്ടയുടൻ തന്നെ മുഴുവൻ സംവിധാനങ്ങളും ഇവിടേക്ക് പാഞ്ഞെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജീവന്റെ തുടിപ്പുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് ശരിയാണ്. പക്ഷെ അത് മനുഷ്യന്റെ ജീവനാണോ അല്ലെങ്കിൽ എന്തിന്റെ ജീവനാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശരിയാണ്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഏവരും പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത് എന്ന് വേണം പറയാൻ, അത് മനുഷ്യന്റെ ജീവസാന്നിധ്യമാകണേ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളും, ഈ രാത്രിയിൽ മടങ്ങിപ്പോയ മുഴുവൻ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് അംഗങ്ങളും അതുപോലെ തന്നെ ഈ JCB ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ആംബുലൻസിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ മുഴുവൻ ആളുകളും ഇവിടേക്ക് ഓടിയെത്തിയത് അല്ലെങ്കിൽ കുതിച്ചെത്തിയത് എന്ന് വേണം പറയാൻ. നമ്മൾ വന്നിട്ടുള്ളത്, അതായത് നമ്മൾ ഇങ്ങോട്ടേക്ക് അല്പം, ഇവിടെ ഓൾറെഡി നമ്മുടെ 3 യൂണിറ്റ് ഉണ്ടായിരുന്നു, തൊട്ടുപുറകെയാണ് നമ്മൾ വരുന്നത്. ആ ഘട്ടത്തിൽ നമ്മൾ ആംബുലൻസിൽ കയറിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആംബുലൻസ് കുതിച്ചു വരികയാണ്. കാരണം ജീവന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ഒരു നിമിഷം പോലും താമസിക്കരുത്, അതുകൊണ്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള തകരാറും ഉണ്ടാകരുത് എന്ന ചിന്തയോടുകൂടി കുതിച്ചു വരികയായിരുന്നു. ആ ആംബുലൻസിലായിരുന്നു നമ്മളും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥൻ തന്നെ, അതായത് ഈ റഡാർ സംവിധാനത്തിന്റെ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ അല്പം മുമ്പ് എന്റെ മൈക്കിലാണ് അദ്ദേഹത്തിന്റെ അവസാന പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു, അവിടെ മനുഷ്യന്റെ സാന്നിധ്യമില്ല, മറിച്ച് അത് വല്ല സ്നേഹിക്കിന്റെയോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുടെയോ എന്തെങ്കിലും സാന്നിധ്യമായിരിക്കാം എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുന്നു, അത് ഫേക്ക് സിഗ്നൽ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത് ഫേക്ക് സിഗ്നൽ അല്ല, ഇതെല്ലാം തന്നെ ശാസ്ത്രമാണ്. അപ്പോൾ അത് ഫേക്ക് അല്ല, മറിച്ച് അതിലവിടെ സാന്നിധ്യമുണ്ട്, പക്ഷെ ആ സാന്നിധ്യം മനുഷ്യന്റെതല്ല എന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്കത് ഉറപ്പിക്കുക അല്ലാതെ മറ്റ് വഴികളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആംബുലൻസ്, നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ആംബുലൻസ് തിരികെ പോയി, ആ ഉദ്യോഗസ്ഥൻ തിരികെ പോയി, ഇപ്പോൾ JCB തിരികെ പോകുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ്, നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കുറിച്ച്. കാരണം അവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ സന്നാഹം മുഴുവൻ, അതായത് നമ്മൾ വരുന്ന വഴിക്ക് കുറെ അധികം ഈ ജീവനക്കാർ അല്ലെങ്കിൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ തിരിച്ചു പോകുമ്പോഴും ഫയർഫോഴ്സിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഇവിടെ അക്ഷീണം പ്രയത്നിക്കുകയായിരുന്നു ഇതിനു വേണ്ടിയിട്ട്. കൂടുതൽ ലൈറ്റുകൾ ഇവിടേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മുഴുവൻ സംവിധാനങ്ങളും ഒരേ രീതിയിൽ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. എല്ലാം ഒറ്റ ഒരു ചിന്ത അല്ലെങ്കിൽ ഒറ്റ ഒരു ഫോക്കസ് മാത്രമായിരുന്നു. ജീവന്റെ ഒരു തുടിപ്പുണ്ടെങ്കിൽ അത് നമ്മൾ കാരണത്താൽ ഒരിക്കലും അത് അവശേഷിച്ചു പോകരുത്, അല്ലെങ്കിൽ നമ്മൾ കാരണത്താൽ അത് നഷ്ടമാകരുത് എന്ന ഒറ്റ ചിന്തയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിരാശയാണ് ഫലം. നമ്മുടെ എല്ലാം പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ആ പ്രഖ്യാപനം വരുന്നത്. അത് മനുഷ്യന്റെ ജീവനല്ല എന്നുള്ളത്. അതിനൊക്കെ അപ്പുറത്തെ ഈ വീട് നിന്നിരുന്ന സ്ഥലത്ത് ഈ വീട്ടുടമസ്ഥനെ അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് ഓണറെ വിളിക്കുകയും അവരുമായിട്ട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അതായത് കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട്, അവിടെ ഒരു സാധ്യതയുണ്ട്, ആ സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഒരു സ്റ്റെപ്പ് കയറി വരാനാണ്, അവിടെ കുറച്ച് പടികളാണ്, അപ്പോൾ ആ സ്റ്റെപ്പ് കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല കുറച്ച് പാറയൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്, അപ്പോൾ ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ അവിടെ ഈ തിരച്ചിൽ നടത്തിയാൽ മതി, ഇതിൽ കൂടുതൽ തിരച്ചിൽ നടത്താണ്ട എന്ന് ആ കുടുംബം തന്നെ പറഞ്ഞതുകൂടി കണക്കിലെടുത്താണ് പൂർണ്ണമായിട്ടും ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഉദ്യോഗസ്ഥൻ തിരികെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീർത്ത് പറയുകയും ചെയ്തു, കാരണം ഈ ഒരു സംവിധാനം അത് മനുഷ്യന്റേതല്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തു. നമുക്കറിയാം, മരണസംഖ്യ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരാളെ നമുക്ക് ജീവനോടെ കൈപിടിച്ചുയർത്താൻ സാധിച്ചാൽ അത് നമ്മെ സംബന്ധിച്ച് ഏറെ ആശ്വാസവും അതുപോലെ തന്നെ ഏറെ സന്തോഷവും പകരുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ ദുരന്ത ഭൂമിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചുപോയ മുഴുവൻ ഉദ്യോഗസ്ഥരും തിരികെ എത്തുകയും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ JCB പ്രവർത്തിക്കുന്ന ജീവനക്കാർ എത്തുന്നതും, അതുപോലെ തന്നെ ഒരുപാട് ജീവനക്കാർ, ഫയർഫോഴ്സിന്റെ ജീവനക്കാർ, NDRFന്റെ ജീവനക്കാർ, അങ്ങനെ മുഴുവൻ ജീവനക്കാരും നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, ഒരു പ്രതീക്ഷയുടെ പുതുകിരണം ഉണ്ടാകും എന്ന ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം എന്ന പ്രതീക്ഷയിൽ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചെളിയിൽ നിന്ന് നമ്മൾ വലിച്ചെടുത്ത് ഒരു ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മലയിൽ അകപ്പെട്ട 4 പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നിൽ അങ്ങനെ ചിത്രങ്ങളുണ്ട്, നേർ ചിത്രങ്ങളുണ്ട്. നമുക്ക്
ജനങ്ങൾക്ക് മുന്നിൽ വിജയിച്ചവരാണ് നമ്മൾ പല ഘട്ടങ്ങളിൽ. അപ്പോൾ ഇത്തവണയും നമ്മൾ വിജയിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്ക് ഏവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ അത് നമ്മൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല ഫലം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു വാർത്ത വരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതീക്ഷാ കിരണം എന്ന പോലെ ഇത്തരത്തിലൊരു സംഭവം വരുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിലവിൽ അത്തരത്തിൽ ഒരു ജീവന്റെ ഒരു കണികയില്ല, അല്ലെങ്കിൽ ജീവന്റെ ഒരു ശ്വാസം അവിടെ ഇല്ല എന്ന ഉദ്യോഗസ്ഥൻ തന്നെ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞു. നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു. അവരും അത് തന്നെയാണ് പറയുന്നത്. അത് ഫേക്ക് സിഗ്നൽ അല്ല, മറിച്ച് അവിടെ മറ്റെന്തോ ജീവന്റെ ഒരു സാന്നിധ്യമുണ്ട്. അതൊരു പക്ഷേ മൃഗത്തിന്റേതോ അല്ലെങ്കിൽ സ്നേഹിക്കിന്റേതോ ആകാം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിനപ്പുറത്ത് അവിടെ മനുഷ്യന്റെ ജീവൻ ഇല്ല, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവ സാന്നിധ്യം ഇല്ല എന്നുള്ളത് ഉദ്യോഗസ്ഥർ പൂർണ്ണ അർത്ഥത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഓരോ ഇവിടെ നായകളൊക്കെ കുറെ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഓരോ വാഹനങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ട് വീണ്ടും ഇരുട്ടിലേക്ക് നീങ്ങുകയാണ് ഈ മേഖല. കഴിഞ്ഞ മണിക്കൂറുകളിൽ കൂടുതൽ പ്രകാശം പരന്നിരുന്നു, കാരണം കൂടുതൽ ലൈറ്റുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത്രയും മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് അത് എത്രയും വേഗം ആശുപത്രികളിൽ എത്തിച്ച് അതിനുവേണ്ട ശുശ്രൂഷകൾ നൽകാനായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ ഉണ്ടായിരുന്ന JCB പോലും ഇവിടുന്ന് പോകാൻ തയ്യാറെടുക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുറച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ JCB കൂടി ഇവിടുന്ന് സംവിധാനങ്ങൾ മടങ്ങുകയാണ്. ഒരു ജീവന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ അന്ന് ഷിരൂരിൽ നിൽക്കുമ്പോൾ ദൗത്യസംഘത്തിൽപ്പെട്ട ഒരാൾ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം പങ്കെടുത്ത ഒരു റെസ്ക്യൂ മിഷനിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു ഭൂകമ്പത്തിൽ മണ്ണിനടിയിൽപ്പെട്ട ഈ കെട്ടിടങ്ങൾ അടിയിൽപ്പെട്ട ഒരാൾ ജീവനോടെ പുറത്തെത്തിച്ച അത്ഭുതകരമായ ഒന്നല്ല പല അനുഭവങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതൊക്കെ ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ വെറുതെ ആയിരുന്നു. അങ്ങനെയല്ല. പക്ഷേ എങ്കിൽ കൂടിയും പിതാവിന് കാല് വയ്യ, അതുകൊണ്ട് പടി കയറില്ല, അതുകൊണ്ട് അത്തരത്തിൽ ഇത്തരം ഓക്കെയാണെന്നൊക്കെ പറയുന്ന വ്യക്തിപരമായി ഞാൻ കൺവിൻസ്ഡ് അല്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ബോധ്യങ്ങളൊന്നും അവിടെ പ്രത്യേകിച്ച് കാര്യമല്ല. അവിടെ ദൗത്യസംഘം കാര്യമായി തന്നെ പരിശോധിച്ചു. ദൗത്യസംഘം നോക്കി എല്ലാ സംവിധാനങ്ങളും ഒന്ന് പരിശോധിച്ച ശേഷം തന്നെയാണ് അതിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് പറയുന്നത്. മനുഷ്യ സാന്നിധ്യമില്ല എന്ന് പറയുമ്പോൾ പോലും ശരി, ഓക്കെ, പക്ഷേ അവിടെയുള്ള ജീവസാന്നിധ്യം എന്താണ്, അത് ആ സിഗ്നൽ ശാസ്ത്രീയ ഉപകരണം സ്ഥിരീകരിച്ചതാണ്. അതെന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഈ രാത്രി മണ്ണിനടിയിൽ കിടക്കുന്ന ജീവസാന്നിധ്യം എന്താകും എന്ന് ആകുലപ്പെടുന്ന കുറേയധികം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അക്കൂട്ടത്തിൽ ഞാനും ഉണ്ട് എന്തായാലും.